ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ചെറിയൊരു ഡിസൈനുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതെനിക്കൊരു ഓർഡറാണ്. അപ്പോൾ അതാരാണ് തന്നതെന്ന് പറയാം. അപ്പം ഇത് ഇത്രയും ടേസ്റ്റി ആയിട്ടും നമ്മുടെ സോഫ്റ്റും പായിലിട്ട ഇത് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കേക്കുമാണ് കേട്ടോ. അപ്പം ഇത് ട്രഫിൾ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയിൽ തന്നെ പറയാം. ട്രഫിൾ കേക്ക് എങ്ങനെയാണ്, എന്ത് രീതിയിലാണ്, ഏതൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ, എല്ലാം സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര, 1/8 ടീസ്പൂണ് സോഡാ പൗഡറും, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് മൈദപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണ് മൈദപ്പം ഞാൻ എടുത്ത് മാറ്റുകയാണ്. അതായത് മാറ്റുകയാണ്, 1.5 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിൽ പകരം നമ്മൾ അത്രയും 1.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കണം. ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ ചേർക്കണേ. ഈ രീതിയിൽ നമ്മൾ മൊത്തം 1/2 കപ്പ് തന്നെ മാവ് റെഡിയാക്കി വെക്കണം. ഇനി 1/4 കപ്പ് പാലിലേക്ക് നമ്മുടെ 2 രൂപയുടെ ബ്രൂ ഉണ്ടല്ലോ, അതൊന്ന് ചേർക്കുക. ഒപ്പം തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റ് സിറപ്പാണ്, അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തു. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സീവറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോയും മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ഇടഞ്ഞെടുക്കാം. ഈ പ്രോസസ്സ് മിസ് ചെയ്യേണ്ട. നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ഞാനിപ്പോൾ അരിച്ചൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു പാനാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് ഞാനിപ്പോൾ ഒന്ന് എടുക്കുന്നത്. ഇതൊന്ന് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇപ്പോൾ 2 മുട്ടയും നമുക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഒന്ന് ഒരുമിച്ച് തന്നെ ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം അല്പം എസൻസും പിന്നെ ഒന്ന് ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ പഞ്ചസാര ഒരു ശകലം ബീറ്റായതിന് ശേഷം ഞാനിപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മൾ വരത്തക്ക രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. ഈ ഒരു കണക്ക് നമുക്ക് റിബൺ കൺസിസ്റ്റൻസി വരുന്നുണ്ടല്ലോ, ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് ഒന്നിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. ഇതിപ്പോൾ തുറന്ന് നോക്കാം. റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപം. ഇത് കറക്റ്റായാൽ നമുക്ക് എല്ലാം ശരിയാകെ വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കിയ മൈദയുടെ കൂട്ട് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ 1/3 ചേർത്തത്. ഇനി നമ്മൾ ആ ബ്രൂവും നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും ഉണ്ടല്ലോ, അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഷോർട്ട്സായിട്ട് കാണിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ നമ്മൾ അധികം ചിലവൊന്നും ഇല്ലാതെ ഇത് വെളിയിൽ നിന്ന് വാങ്ങാൻ ഭയങ്കര റേറ്റാണ്. നമുക്ക് പെട്ടെന്ന് വളരെ ഒരു 30 രൂപയ്ക്കൊക്കെ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ബാച്ചും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ പാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് 3rd ബാച്ച് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഒപ്പം ഞാനിപ്പോൾ കളറിന് ഈ ചോക്ലേറ്റ് സിറപ്പ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസായിട്ട് വരുന്ന ഏതിനും നമ്മൾ ഈ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് വിലയുണ്ട്. ഹെയർസെൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് വിലയാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിപ്പം പാനിലോട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു കളർ കണ്ടല്ലോ, അപ്പോൾ ഇത് ആണ് നമ്മൾ ചോക്ലേറ്റ്, ശരിക്കും ചോക്ലേറ്റ് തന്നെയാണ് നമ്മളത് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി അടുത്ത് നമുക്കൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം അതുപോലെ തന്നെ ബ്രൂവിൻ്റെ 2 രൂപയുടെ പാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു പാക്കറ്റ് ഞാനിപ്പോൾ അതിലോട്ടൊന്ന് പൊട്ടിച്ച് ഇടുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, അതിപ്പോൾ ഇതിൽ കട്ടായിപ്പോയി. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും അത് നമുക്കിതിലോട്ട് ചേർക്കാം. അപ്പോൾ കറക്റ്റ് ചോക്ലേറ്റിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്കിതിലൂടെ കിട്ടും കേട്ടോ. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യേണ്ട നമ്മുടെ സിറപ്പാണ് ഈ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് തണുത്ത് കിട്ടും. കേക്ക് റെഡി ആകുമ്പോൾ ഇതും തണുത്ത് കിട്ടും കേട്ടോ. ഇവിടെ കേക്ക് നല്ല ഞാനിപ്പോൾ ഓവനിലാണ് വെച്ചത് കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ഡീമോൾഡ് ചെയ്യാണ് കേട്ടോ. ഒന്ന് പതിയെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് പാനിൽ നിന്ന് വിട്ട് വരും കേട്ടോ. കളർ കണ്ടല്ലോ,
കണ്ട ഇത്രയും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു കളറിനാണ് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഓവനിൽ വെക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ഇനി ഞാനൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, 3 ലെയർ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് 3 ലെയറും ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കണക്കിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇനി എന്താണ് നമ്മൾ നേരത്തെ ആ ബ്രൂവും സിറപ്പ് ചോക്ലേറ്റ് സിറപ്പും ചേർത്താതുണ്ടല്ലോ, അതൊന്ന് തണുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. അപ്പം തീരെ അങ്ങ് ഒലിച്ച് പോകത്തക്ക രീതിയിൽ ചെയ്യില്ല. ഈ ഒരു 1/2 കപ്പ് നമുക്ക് ഇതിന് 3 ലെയറിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം, ഫ്രഷ് ക്രീമാണ് എടുക്കേണ്ടത്. ഒരിക്കലും ട്രഫിൾ കേക്കിന് വിപ്പിംഗ് ക്രീം ഒരിക്കലും ഉപയോഗിക്കരുത്, ഫ്രഷ് ക്രീമേ ഉപയോഗിക്കാവൂ. ഞാൻ സാധാരണ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് മിൽക്കി മിസ്റ്റാണ് കിട്ടിയത്. പക്ഷേ ഇതിന് അമുലിനേക്കാളും കുറച്ചുകൂടെ ക്രീമി ടെക്സ്റ്റാണ് കേട്ടോ. പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. 80 രൂപ എങ്ങാണ്ടാണ് 250 ml. പിന്നെ വേണ്ടത് 50 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഈ ക്രീമില്ലേ, ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തികച്ച് വന്നിട്ടില്ല, അതിന് അല്പം താഴെ നിൽക്കത്തക്ക രീതിയിൽ ഞാനിപ്പോൾ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിനി നേരെ ഒരു പാനിലോട്ട് മാറ്റുകയാണ്. ഈ ക്രീം കണ്ടോ, ഇതിൻ്റെ ക്രീമിൻ്റെ ആ ഒരു ഇത് കണ്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് ചൂടാകാനേ പാടുള്ളൂ. ഇതിൽ നിന്ന് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നെയ്യ് വരും, റിലീസാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഈ നമ്മുടെ ആ ചോക്ലേറ്റ്സ് രണ്ടും നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ക്രീം വെച്ചാണ് കേക്കിൻ്റെ ലെയർ ചെയ്യുന്നതും ക്രം കോട്ട് ചെയ്യുന്നതും. മൊത്തവും ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പായിരിക്കും. അതുകൊണ്ടാണ് വൈറ്റ് കോമ്പൗണ്ട് കൂടെ ചേർക്കുന്നത്. ട്രഫിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒട്ടും തന്നെ ചേർക്കാതെ നമ്മൾ ഫ്രഷ് ക്രീമിലാണ് ഈ ക്രീമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ബോർഡൊന്ന് വെച്ച് അതിലായിട്ട് ഈ ക്രീം തന്നെ ഒന്ന് നിരത്തി ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ക്രീമാണ് നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അതിലോട്ടും ചേർക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്, ഞാനിത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ശകലം കട്ടായി പോയിട്ടുണ്ട്. അല്പം മിൽക്ക് മേഡും കൂടെ മേളിലൊന്ന് തൂകിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഞാൻ വെക്കുകയാണ്. വെച്ചിട്ട് അത് നല്ല സോക്കി ആയതുകൊണ്ടാണ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഒന്ന് ക്രീം ഒന്ന് നിരത്തിയിട്ടുണ്ട്. പിന്നെ ഈ ക്രീമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് അങ്ങ് തണുത്ത് പോകരുത്. കാരണം എന്ന് വെച്ചാൽ ഈ തണുക്കും തോറും ഈ ചോക്ലേറ്റിൻ്റെ സ്വഭാവം മാറും. കാരണം വെച്ചാൽ ഹാർഡായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് തണുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചൂടോട് വേണം ഇത് എല്ലാം ചെയ്യാൻ. ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3ാമത്തെ ലെയറും വെച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്യണം. ഈ ക്രീം കൊണ്ട് തന്നെയാണ് ഞാൻ ക്രം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു ഗനാഷ് ഉണ്ടാക്കാനാണ്. അതിലേക്ക് ഞാനിപ്പം 60 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് അളന്ന് തന്നെ എടുക്കുകയാണ്. 60 ഗ്രാം. ഇനി അതിൻ്റെ കൂടെ 60 ഗ്രാമിന് അതിൻ്റെ തന്നെ 60 ml ദാണ്ട് കാണാമോ എന്ന് പറഞ്ഞുകൂടാ, ഇത് 60 ml അതിൻ്റെ തന്നെ ഒരു കപ്പ് എടുക്കുകയാണ്. അപ്പം 1:1 എന്നുള്ള റേഷ്യോ ആണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ ആ ഫ്രഷ് ക്രീം തന്നെ ചേർക്കുകയാണ് കേട്ടോ, ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാനിലോട്ട് മാറ്റാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രീം അങ്ങ് ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ഉരുകി പോകരുതേ. കാണിച്ചാൽ നെയ്യ് നമ്മുടെ ശരിക്കും പാൽപ്പാടയാണ് സംഭവം. അപ്പോൾ അതാണ് നമ്മൾ ഇതിലോട്ട് ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പം ഇത് കൂടുതലായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങ് നെയ്യായിട്ട് മാറും. അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗനാഷാണ്. ഇതാണ് നമ്മുടെ അതിൻ്റെ കേക്കിൻ്റെ മേലിൽ നമ്മൾ ഒഴിക്കുന്നത്. ഇതൂടെ ചെയ്ത് നമുക്കൊന്ന് ഈ ഒരു കണക്കിന് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഞാൻ ഒരു ഓവർനൈറ്റ് ഒന്ന് വെച്ച് ഞാൻ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും കേക്ക് നല്ല ചിൽഡായിരിക്കും. ഒരു ഓവർനൈറ്റ് ഒരു ദിവസം വെച്ച ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഒഴിക്കാവൂ, ഗനാഷ് ഒഴിക്കാവൂ. അപ്പോൾ ഗനാഷിനും ചെറിയൊരു ചൂടുണ്ട്. ഇല്ലെങ്കിൽ ഇതും ആ ചോക്ലേറ്റ് സ്വഭാവം കാണിക്കും, ഒരു ഹാർഡായി പോവും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് ഒഴിച്ച് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ മൊത്തം ഞാൻ ഇത് കവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മേളിൽ വെക്കണമായിരുന്നു. അപ്പം ഇതിലെങ്ങനെ വീഴില്ലായിരുന്നു, അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് താഴെ വീഴുമായിരുന്നു. പക്ഷേ ആ ഒരു അബദ്ധം എൻ്റെ പറ്റിപ്പോയി. സാരമില്ല, പക്ഷേ എന്നാലും എനിക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാർഡുണ്ടല്ലോ, ഇത് വെച്ച് നന്നായി സ്മൂത്തൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണേ. കാരണം വെച്ചാൽ അങ്ങ് കേക്ക് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് കോൾഡായി മാറുക. ഇനി ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ച് ചെറിയൊരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കറക്ക് കൊടുക്കുമ്പോൾ അത് ചെറിയൊരു ഡിസൈൻ ഫോം ചെയ്യുന്നുണ്ട്. അത് മതി. ഇനി നമുക്ക് ബോർഡൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം വെച്ചില്ലെങ്കിൽ അത് പറ്റിപ്പിടിക്കും. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞു, അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിനെ ഒന്ന് ആ ചുറ്റും ഒന്ന് ഒരു ചെറിയൊരു ബോർഡർ ഡിസൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ ഗണേഷ് തന്നെ ചെയ്യുകയാണ്. ഗണേഷിനെ എടുത്തൊന്ന് ഒരു നോസിലിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാം ഒരു കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബോർഡർ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മൾ ട്രഫിളിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം രൂപ. ഇനി ചെറിയ ഡെക്കറേഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ഞാനിപ്പം ഒന്ന് ഇതുപോലത്തെ ചോക്ലേറ്റ് മെൽറ്ററാണ്. ഇതിലിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അബദ്ധം പറ്റാറുണ്ട്. ഒന്നുകിൽ മൈക്രോവേവ് ഇത് പൊട്ടിപ്പോവും, ഗ്ലാസ് പാത്രം പൊട്ടിപ്പോവും. അപ്പോൾ ഇതിലാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു കണക്കിന് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഇതുപോലത്തെ ഒരു മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതാണ്. അതിലിപ്പം ഒരു 4 എണ്ണം നമുക്കിതിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 5 ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇതിൽ ചെയ്തിട്ട് ഞാനിപ്പം ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിപ്പം ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കണക്കിന് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 5 എണ്ണം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടാൽ ഈ ഒരു കണക്കിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇത് സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റി. ഞാനിപ്പോൾ അതിലൊന്ന് വീട്ടിലുണ്ടാക്കിയ ഗോൾഡൻ ഡസ്റ്റാണ് കേട്ടോ. അതൊന്ന് ശകലം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ഞാനിപ്പോൾ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം വരെയും കേക്ക് ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഇനി ഞാൻ ആ 4 ഫ്ലവേഴ്സും വെച്ചിട്ട് പിന്നെ ഷുഗർ ബോൾസും പിന്നെ കുഞ്ഞ് ചെറിയ ബോൾസും വലിയ ബോൾസും ഒക്കെ ഇട്ട് മൊത്തം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓർഡർ കേക്കാണെന്ന്. അപ്പോൾ എനിക്കിത് ഓർഡർ പ്ലേസ് ചെയ്തത് എൻ്റെ നെയ്ബറും പിന്നെ എൻ്റെ ഫ്രണ്ടുമായ അനിതയാണ്. അപ്പം അനിതയുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ച് പറയായിരുന്നു. ഓർഡർ പ്ലേസ് ചെയ്തതാണ്. അപ്പം എന്തായാലും ഇതാണ് ശരിക്കും ട്രഫിൾ കേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രഫിൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റിലാണ് നമ്മളിത് മുഴുവനും ചെയ്യുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ബേസ് ആയിട്ടുള്ള ഏത് കേക്കും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരിക്കലും ട്രഫിൾ കേക്കിന് എടുക്കുകയും ചെയ്യരുത്. ഫ്രഷ് ക്രീമേ യൂസ് ചെയ്യാവൂ. എങ്കിലേ നമുക്ക് ആ ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പം അത്യാവശ്യം പറയേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.